പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2019 കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ആഘോഷിച്ച കോൺഗ്രസ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വമ്പൻ വിജയം നേടിയതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. 2019 19 സീറ്റിൽ വിജയിച്ചുവെങ്കിൽ ഇത്തവണ 18 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. 2019 ഈ പറഞ്ഞതുപോലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു കൊടുങ്കാറ്റിൽ ആണ് കോൺഗ്രസ് 20-19 ജയിച്ചതെങ്കിൽ ഇത്തവണ അങ്ങനെ വലിയ കൊടുങ്കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും 20-18 സീറ്റിലും കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല 2019 അവർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാളൊക്കെ കനത്ത ഭൂരിപക്ഷം ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കും. 20 ഏതാണ്ട് 10 മണ്ഡലങ്ങളിലും 1.5 ലക്ഷം മുതൽ 3 ലക്ഷത്തിലധികം വരെയാണ് ഭൂരിപക്ഷം. വയനാടിൽ രാഹുൽ ഗാന്ധിക്ക് 3,64,000, മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന് 3,118,000, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിക്ക് 2,35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, എറണാകുളത്ത് ഹൈബിയുടെ 2,50,000 ഭൂരിപക്ഷം, ഇടുക്കിയിലും കാസർഗോഡും കണ്ണൂരിലും വർക്കലയിലും കൊല്ലത്തുമൊക്കെ 1 മുതൽ 1.5 ലക്ഷം വരെ ഭൂരിപക്ഷം. അപ്പോൾ 2019 ഉണ്ടായതിനേക്കാൾ ഒരർത്ഥത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിപ്പം എടുത്തു നോക്കിയാൽ അതിനേക്കാളും ഉജ്ജ്വലമായൊരു ഭൂരിപക്ഷമാണ് കോൺഗ്രസ്സിന് കിട്ടിയത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. എന്നാൽ കോൺഗ്രസിൻ്റെ ഈ വിജയത്തിൽ ചില ദുസൂചനകൾ നമ്മൾ കാണണ്ടേ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കോൺഗ്രസ് 18 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിന് വമ്പൻ ഭൂരിപക്ഷമൊക്കെ കിട്ടി, ശരിയാണ്. പക്ഷേ ഈ വിജയത്തിലും കോൺഗ്രസ് പഠിക്കേണ്ട ചില പാഠങ്ങളില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, കോൺഗ്രസ് ഇതിന് ഇത്രയും വലിയ വമ്പൻ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ ഈ വമ്പൻ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുമ്പോഴും കോൺഗ്രസ് 20 മണ്ഡലങ്ങളിലെ വോട്ട് ശതമാനം 2019 ആയിട്ടുള്ള വോട്ട് ശതമാനം നമ്മളെടുത്ത് നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 20-11 മണ്ഡലങ്ങളിലും കുറഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണണ്ടേ. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് മണ്ഡലത്തിൽ പോലും UDFൻ്റെ വോട്ട് കുറഞ്ഞു. 2019 64.67% വോട്ടാണ് UDFന് വയനാട് കിട്ടിയെങ്കിൽ ഇത്തവണ 59.69% വോട്ടേ അവിടെ കിട്ടിയുള്ളൂ. 5-6% വോട്ട് വയനാട് മണ്ഡലത്തിൽ പോലും കുറഞ്ഞു. തിരുവനന്തപുരത്ത് കുറഞ്ഞു, ആറ്റിങ്ങലിൽ കുറഞ്ഞു, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, തൃശ്ശൂർ, ആലത്തൂർ, വയനാട് ഉൾപ്പെടെ 11 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞു. ഇനി ഞാൻ ഒരു ചോദ്യം പൊതുവിലെന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 2.5 വർഷക്കാലമായി നടത്തിയ എന്തെങ്കിലും സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണോ കോൺഗ്രസ്സുകാർ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? ആണോ? കോൺഗ്രസ്സുകാർക്ക് പറയാൻ അങ്ങനെ കഴിയുമോ? പ്രതിപക്ഷ നേതാവ് VD സതീശന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ 2.5 വർഷക്കാലം ജനങ്ങളെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായി യോജിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ പോർമുഖങ്ങളിലേക്ക് നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചെന്ന് പറയാൻ പറ്റുമോ? VD സതീശന് പറയാൻ പറ്റുമോ? KPC പ്രസിഡന്റ് K സുധാകരന് പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഏതെങ്കിലും ഒരു UDFകാരന് ജനങ്ങളെ സജ്ജരാക്കിയിട്ടാണ് ജയിച്ചെന്ന് പറയാൻ പറ്റുമോ? നേതാക്കന്മാരെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. പിണറായി വിജയൻ്റെ ഇത്രയും ജീർണിച്ചൊരു ഭരണം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര UDFകാരൻ ജയിച്ച് കയറുമായിരുന്നു? ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ പിണറായി വിജയനോടല്ലേ നന്ദി പറയേണ്ടത്? പിണറായി വിജയൻ്റെ പടമല്ലേ നിങ്ങൾ ജയിച്ച ഓരോരുത്തരുടെയും വീട്ടിൻ്റെ വരാന്തയിൽ കൊണ്ടുവന്ന് തൂക്കിയിടേണ്ടത്? താങ്ക്സ് ടു പിണറായി വിജയൻ എന്ന് പറയണ്ടേ? പിണറായി വിജയൻ ഈ അഴിമതിയൊന്നും കാണിച്ചില്ലായിരുന്നെങ്കിൽ, പിണറായി വിജയൻ ഈ ജനവിരുദ്ധ നയങ്ങളൊന്നും നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ
പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും അഴിമതി നടത്തിയില്ലായിരുന്നുവെങ്കിൽ, പിണറായി വിജയൻ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, പിണറായി വിജയൻ പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഈ വിജയം യു ഡി എഫുകാരനുണ്ടായിരുന്നോ? യു ഡി എഫുകാരാ ഒന്നും ഉണ്ടാവില്ല. പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ജയിച്ചു കയറി. ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഓരോരുത്തരുടെ കാര്യം ഞാനൊന്ന് എടുത്തു പറയാം. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, എന്ത് കഴിവാണ് അയാൾക്കുള്ളത്? അയാളുടെ അച്ഛൻ ജോർജ് ഈഡൻ മരിച്ചതിനെ തുടർന്ന് അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് ഒരു ചോക്ലേറ്റ് ബോയ് അല്ലേ, ഒരു അമുൽ ബേബി, അയാൾക്ക് 2,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അയാൾക്ക് ഏത് പോർമുഖങ്ങളിലാണ് അയാൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേ? ഏത് സമരമുഖത്താണ് അയാൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞേ? മോഡിക്കെതിരെ അയാൾ എന്താ പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് പറഞ്ഞേ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ആ ചോക്ലേറ്റ് ബോയിയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഒക്കെ പറയേണ്ട സമയമാകുമ്പോൾ പറയാം. അയാൾക്ക് 2,50,385 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആലോചിച്ച് നോക്ക്, അയാളുടെയൊക്കെ ഒരു ഭാഗ്യം. ഇനി വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 5 വർഷം നടക്കാമല്ലോ. അയാൾ കഴിഞ്ഞ 5 വർഷക്കാലം മോഡിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്നും കേട്ടിട്ടില്ല. അയാൾക്ക് 2,50,000. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന് 3 ലക്ഷം. അയാൾ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തത്? അയാൾ ഏത് പോർമുഖങ്ങളിൽ നമ്മൾ കണ്ടു? അയാൾ മോഡിക്കെതിരെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കാണും, ലോക്സഭയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അതിന് പുറത്ത് ഈ ഫാസിസ്റ്റ് വിരുദ്ധ ഭരണത്തിനെതിരായി എന്ത് സമരമുഖങ്ങളിൽ ET മുഹമ്മദ് ബഷീറിനെ നമ്മൾ കണ്ടു? ഞാൻ കണ്ടിട്ടില്ല. പൊന്നാനിയിൽ അബ്ദുൽ സമദാനിക്ക് 2,35,000 വോട്ട്. പണ്ഡിത ശ്രേഷ്ഠനാണ്, പണ്ഡിതോചിതമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു സമരമുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു സമരമുഖത്തും ET മുഹമ്മദ് ബഷീറിനെയോ അല്ലെങ്കിൽ അബ്ദുൽ സമദാനിയോ ഞാൻ കണ്ടിട്ടില്ല. 3 ലക്ഷത്തിൻ്റെ വോട്ട്, 2,35,000 വോട്ട്. ഇനി കെ സുധാകരൻ 1,08,000 വോട്ട്. കെ സുധാകരൻ എന്തോ സംഘടനാ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു, സുധാകരൻ നിങ്ങൾക്ക് നാണമുണ്ടോ സത്യത്തിൽ? നിങ്ങൾ 2.5 വർഷക്കാലമായി KPC പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. നിങ്ങൾ 2 വർഷം മുമ്പ് KPC 2.5 വർഷം മുമ്പ് അല്ലെ 3 വർഷം മുമ്പ് KPC പ്രസിഡന്റ് ആയപ്പോൾ കോൺഗ്രസ് എത്ര ജീർണിച്ച അവസ്ഥയിലായിരുന്നു, അതുപോലെ ജീർണിച്ച അവസ്ഥയിലല്ല ഇന്നും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ടൊക്കെ നിന്നു. അതിനൊക്കെ വലിയ കാര്യം എന്താ? ജയിക്കണമായിരുന്നു, അതിന് ഒറ്റക്കെട്ടായി നിന്നു. പാർട്ടി സംഘടനയിൽ പുനഃസംഘടന ഇതുവരെ അവസാനിച്ചിട്ടുണ്ടോ? പാർട്ടി സംഘടന ഇപ്പോഴും അധികാരമോഹികളുടെ കയ്യിലും വിഭാഗീയതയിലും അല്ലേ പാർട്ടി സംഘടന കിടക്കുന്നത്? ജംബോ കമ്മിറ്റിയല്ലേ ഇപ്പോഴും ഉള്ളത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി സംഘടനയിൽ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കഴിഞ്ഞ 3 വർഷമായി? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളല്ലായിരുന്നു. നിങ്ങളും ജയിച്ചു 1 ലക്ഷം വോട്ടിന്. അതെന്തുകൊണ്ടാണ്? അതിന് നിങ്ങൾ പിണറായി വിജയന് നന്ദി പറയണം. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എന്നും പറഞ്ഞൊരു എടുക്കാച്ചരക്ക്, ഞാൻ അയാൾക്കെതിരെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. 35 വർഷം MP ആയിരുന്നു, ഇപ്പോഴത്തെ 40-ാം വർഷം അയാൾ MP ആകാൻ പോകണം. അയാൾക്ക് എനിക്കൊന്ന് 10-65 വയസ്സ് കാണും. ആ 65 വയസ്സിൽ 40 വർഷക്കാലവും അയാൾ MP. എന്തൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാം ഈ കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച്. എന്ത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാം അയാൾ എന്ത് സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏത് സമരങ്ങളുടെ മുന്നിൽ അയാൾ നിന്നിട്ടുണ്ട്. പിണറായി വിജയനെതിരെ അയാൾ എത്ര തവണ വാ തുറന്നിട്ടുണ്ട്, മോദിക്കെതിരെ അയാൾ എത്ര തവണ വാ തുറന്നിട്ടുണ്ട്. ക്രാസായിട്ടുള്ളൊരു അധികാര മോഹിയല്ലേ അയാൾ. 8-ാം തവണ മത്സരിച്ചു, അയാളും ജയിച്ചു. അയാൾ നേരത്തെ പറഞ്ഞെന്താണ്? ഞാൻ ഈ മത്സരിക്കുന്നില്ല എന്നല്ലേ അയാൾ പറഞ്ഞത്. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? KPC പ്രസിഡന്റ് ആകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറഞ്ഞ് എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു മന്ത്രിമാരായിട്ടുണ്ട് പോലും. അപ്പം 35 വർഷം MP ആയിട്ടുള്ള അയാൾക്ക് പിന്നീട് ആഗ്രഹം എന്താ? KPCC പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ മന്ത്രിയാവണം എന്ന് പറഞ്ഞാൽ അയാൾ എടുക്കാച്ചരക്കായിട്ടുള്ള കാൽക്കാശിന് കൊള്ളാത്ത ആ നേതാവ്, ഒരു കഴിവുമില്ലാത്ത ഒരു കാര്യക്ഷമതയും ഇല്ലാത്ത അയാളും ജയിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം ജനങ്ങളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്ക്. ഇതുപോലുള്ള എടുക്കാച്ചരക്കുകളെയൊക്കെ വീണ്ടും ജയിപ്പിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകണം. കാരണം എന്താ? അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ മസ്തകം പൊളിക്കണമെങ്കിൽ ഈ എടുക്കാച്ചെരുക്കായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ജയിപ്പിക്കണം. അല്ലാതെ എന്ത് കഴിവാണ് അയാൾക്കുള്ളത് ഞാൻ ചോദിക്കട്ടെ. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ ഒരാൾ നിന്നു ആറ്റിങ്ങലിൽ, മുക്കിയും മൂളിയും ജയിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഈ ജയിച്ചവരിൽ ഏതെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉണ്ട്, അവരെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഏത് സമരമുഖങ്ങളിലാണ് അവരെ നമ്മൾ കണ്ടിട്ടുള്ളത്? ഏത് പോർമുഖങ്ങളിലാണ് അവരെ നമ്മൾ കണ്ടിട്ടുള്ളത്? ഏത് സമരത്തിൻ്റെ മുന്നിലാണ് അവരെ നമ്മൾ കണ്ടിട്ടുള്ളത്? നരേന്ദ്രമോദിക്കെതിരെ എന്ത് പോർമുഖങ്ങളാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്? ഒരു പോർമുഖം അവർ സൃഷ്ടിച്ചിട്ടില്ല.
അവർ 2019 ശബരിമലയുടെ ഓളം വന്നപ്പോൾ അവർ ജയിച്ചു. 2024 പിണറായി വിജയനെ കൊണ്ട് അവർ ജയിച്ചു. പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇനി ഇങ്ങനെ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധതയിലേക്ക് തേരി കയറി ജയിച്ചു പോകാമെന്നൊന്നും ഇനി UDF-കാരൻ വിചാരിക്കരുത്, ഇനി കോൺഗ്രസ്സുകാരൻ വിചാരിക്കരുത്. കാരണം BJP വലിയ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP ഏതാണ്ട് ഒരു 28-30 മണ്ഡലങ്ങളിൽ വലിയ ശക്തിയായി മാറിയിരിക്കുകയാണ്. BJP 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. BJP വലിയ സമരമൊന്നും നടത്തിയിട്ടൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി വിജയനെതിരായിട്ടുള്ള സമരത്തിൽ UDF-കാരൻ ഇല്ല എന്നുള്ള ബോധ്യം കൊണ്ട് BJP-ക്ക് പോയി കുത്താൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നുള്ളത് UDF-കാരൻ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ മറന്നു പോയിരിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കാം, തിരുവനന്തപുരത്ത് ജയിച്ചു ശശി തരൂർ. എന്തിനു കൊള്ളാം? ലോക പണ്ഡിതൻ ജയിച്ചാൽ പിന്നെ പണ്ഡിതൻ ഇവിടെ ഇല്ല, പണ്ഡിതൻ ഇവിടുന്ന് വണ്ടി വിട്ടങ്ങ് പോകും. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ വരും, എന്നിട്ട് മോഡിക്കെതിരെ എന്തെങ്കിലും പറയും, എന്നിട്ട് അത് കഴിഞ്ഞ് വണ്ടി വിട്ട് അയാൾ പോകും. വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം ജയിക്കുകയാണ്. ഇനി 2029 പുള്ളി തിരിച്ച് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുള്ളൂ. ആ അവസരവാദിയായിട്ടുള്ള മനുഷ്യനെ ഇവിടുത്തെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് ജയിപ്പിച്ചതെന്നുള്ളത് അയാൾ ഓർത്തോണം. ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹമാണ് അയാളെ ഇവിടുന്ന് ജയിപ്പിച്ചത്. ആ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് എതിരെ വെടിവെപ്പുണ്ടായപ്പോൾ പോലും അവരുടെ കൂടെ നിൽക്കാതിരുന്ന അവസരവാദിയാണ് ശശി തരൂർ. അയാളെ ജയിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളാണ്. കാരണം അയാൾക്കുള്ള വോട്ടല്ല മത്സ്യത്തൊഴിലാളി കൊടുത്തത്. മത്സ്യത്തൊഴിലാളി അദാനി വിരുദ്ധമായി രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത വോട്ട് കൊണ്ടാണ് അയാൾ ജയിച്ചത്. അപ്പോൾ ഇതുപോലുള്ള അവസരവാദികൾ, അടൂർ പ്രകാശ്, ശശി തരൂർ, കൊടികുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ജയിച്ച ആൻ്റണി എന്തിനു കൊള്ളാമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നിവൃത്തിയില്ല, കാരണം അപ്പുറത്ത് പിണറായി വിജയൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എടുക്കാച്ചരക്കുകൾക്കും വോട്ട് ചെയ്തേ നിവൃത്തിയുള്ളൂ, കീറക്കടലാസുകൾക്കും വോട്ട് ചെയ്തേ നിവൃത്തിയുള്ളൂ. അതാണ് ആൻ്റണി, ഹൈബി ഈഡൻ, കെ സുധാകരൻ, ET മുഹമ്മദ് ബഷീർ, സമദാനി, ഇതുപോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കത്തിൽ ജയിച്ച് കയറുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇനിയും ഇടതുപക്ഷ വിരുദ്ധതയിൽ ചാഞ്ഞിരുന്ന് ജയിക്കാമെന്നവർ കരുതരുത്. അവരുടെ വോട്ട് ബാങ്കിലേക്കും BJP കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് കോൺഗ്രസിനെ അർമാദിക്കാനും പിന്നെ അഹങ്കരിക്കാനും ആഘോഷിക്കാനുമുള്ള സമയമല്ല. അവർക്കും പഠിക്കാനുള്ള പാഠങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അവരും ഓർത്തുകൊള്ളണം. ഇതാണ് എനിക്ക് അവരോടും സൂചിപ്പിക്കാനുള്ളത്.